എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. ചില ആളുകളുടെ മനസ്സ് ഒരു കുളം പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് ചുറ്റുമുള്ള കാഴ്ചകളും വെള്ളം ഒഴുകിപ്പോകാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഒഴുകിപ്പോകാത്ത വെള്ളം ഒരു സ്ഥലത്ത് തന്നെ കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ചില ആളുകളുടെ മനസ്സ് ഒരു പുഴ പോലെയാണ്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. വിവിധങ്ങളായ കാഴ്ചകളിലൂടെ, വിവിധങ്ങളായ സ്ഥലങ്ങളിലൂടെ, അങ്ങനെ നിരവധി കാഴ്ചകളും സ്ഥലങ്ങളുമായി അവസാനം ആ നദി ഒരു വലിയ കടലിൽ ചെന്ന് ചേരും. കടൽ നമുക്കറിയാം അനന്തമാണ്. അനന്തമായ കടലിലാണ് ആ പുഴ ചെന്ന് ചേരുന്നത്. നമ്മുടെ മനസ്സ് അതുപോലെ ആയിരിക്കണം. ഒരു പുഴ പോലെ ആയിരിക്കണം. കെട്ടിക്കിടക്കുന്ന ഒരു കുളം പോലെയല്ല, പകരം ഒരു പുഴ പോലെ ആയിരിക്കണം. അതിന് വളരെ വിസ്തൃതിയിലേക്ക്, വളരെ അഗാധതകളിലേക്ക്, വളരെ തുറന്നു കിടക്കുന്ന ഒരു ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. അങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് കൂടുതൽ വിശാലമാകുകയും നമ്മുടെ ചിന്തകൾ കൂടുതൽ വിശാലമാകുകയും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ജീവിത വിജയങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.